ഈ വിഷയത്തിൽ മതനിരപേക്ഷ മനസ്സുകളിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക ശ്രദ്ധയിൽപ്പെടുത്തുന്ന നിലയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പൊതുവെ ചെയ്യുന്നതിന്റെ ഭാഗമായി അത് പിന്നീട് ചർച്ച ചെയ്യപ്പെടുകയും BJPയുടെ നേതാവ് ശ്രീ B. മുരളീധരൻ ഉൾപ്പെടെ വളരെ മോശമായി ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു വന്ദേ മാതരത്തിന്റെ എല്ലാ ഈരടികളും പാടിയത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് കാണേണ്ടത്, ഒരു മതപ്രശ്നമല്ല. മുഹമ്മദ് റിയാസിന്റെ ഈ പ്രസ്താവന കേട്ടാൽ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലാവും. CPMന്റെ പോക്ക് എങ്ങോട്ടാണ്? നഷ്ടപ്പെട്ട മുസ്ലിം വോട്ടുകൾ തിരിച്ചു പിടിച്ചാൽ മാത്രമേ ഉള്ളൂ CPMന് ഇനി അധികാരമൊക്കെ സ്വപ്നം കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് വീണ്ടും CPM പോകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വന്ദേ മാതരം അതിന്റെ പൂർണ്ണ രൂപത്തിൽ VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആലപിച്ചതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. വളരെ വലിയ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. ഇത് മതപരമായുള്ള പ്രശ്നമല്ല, രാഷ്ട്രീയ പ്രശ്നമാണെന്നൊക്കെ പറയാൻ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ളിലുള്ള അർത്ഥം എന്താണ്? ഈ വിമർശനത്തിന്, മുഹമ്മദ് റിയാസിന്റെ ഈ വിമർശനത്തിന് പിന്നിൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. കൃത്യമായി തന്നെ വീണ്ടും ഇരവാദം പയറ്റുക, മുസ്ലിം വിഭാഗക്കാരെ തങ്ങളിലേക്ക് കൊണ്ടുവരിക, അതിനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞു, തുടക്കത്തിൽ തന്നെ അത് തുടങ്ങിയിരിക്കുന്നു. സമയം കൊടുക്കാതെ തന്നെ, വെറുതെ ഇരിക്കാതെ തന്നെ ഈ ഒരു അജണ്ടയിലേക്ക് CPM മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ പ്രസ്താവന. അതുമാത്രമല്ല, നമ്മൾ നോക്കേണ്ടത് മുസ്ലിം ലീഗിനെ BJP കടന്നാക്രമിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു വിലപേശൽ, അതുകൂടാതെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിൽ മുസ്ലിം ലീഗിനുള്ള റോൾ, ഇതിനെയൊക്കെ BJP വലിയ തോതിൽ വിമർശിച്ചിരുന്നു. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ BJPയുടെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ പ്രതിരോധം തീർത്തത്, മുസ്ലിം ലീഗിനേക്കാൾ പ്രതിരോധം തീർത്തത് CPM നേതാക്കളാണ്, CPM യുവജന നേതാക്കളാണെന്ന് പറയേണ്ടി വരും. SFIയുടെ പ്രസിഡന്റ്, SFIയുടെ സെക്രട്ടറി, അതുകൂടാതെ DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ VK സനോജ്, ഇവരെല്ലാം ലീഗിനെ മുൻനിർത്തിയുള്ള BJPയുടെ അറ്റാക്ക് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അറ്റാക്ക് ആണെന്നുള്ള ആ ഒരു നെറേറ്റീവിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് നടത്തിയത്. അതായത് മുസ്ലിം ലീഗ് എന്താണോ പറയുന്നത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നൊരു ഫാഷൻ എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുവന്ന ഒരു ടെക്നിക്കാണ്. അതായത് ഇത്തരം സംഘടനകളെ വിമർശിക്കുമ്പോൾ, മുസ്ലിം ലീഗിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, അത് മുസ്ലിം മതത്തിനെതിരാണെന്നുള്ളൊരു വിവക്ഷ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ CPMൻ്റെയും DYFIൻ്റെയും ഒക്കെ നേതാക്കൾ ഏറ്റുപിടിച്ചിരിക്കുന്നത്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മറ്റൊരു കാര്യം, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കടന്നാക്രമിച്ച് മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് പ്രവർത്തകരൊക്കെ രംഗത്ത് വന്നപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. അതുകൂടാതെ തന്നെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തി. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനൊന്നും ഒരു തരത്തിലും ഈ പറയുന്ന CPM നേതാക്കൾ രംഗത്ത് വന്നില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇലക്ഷന് മുമ്പ് അതായിരുന്നില്ല സാഹചര്യം. അപ്പോൾ CPM ശരിക്കും ഒരു ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിലേക്ക് തിരികെ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും CPMും ഇടത് പാർട്ടികളും ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷം ശരിക്കും മുതലെടുത്തത് UDF ആണെന്നുള്ളതാണ്. ജമാഅത്ത് ഇസ്ലാമി വഴി അവരത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് ഒരു വസ്തുത. ഏറ്റവും കൂടുതൽ ഇത്തരം ഇരവാദം കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ഒരു കാരണവുമില്ലാതെ വിമർശിക്കുക, ചെറിയ കാര്യങ്ങൾ പോലും എടുത്ത് അതിൽ വർഗീയത കണ്ടെത്തുക, ഇതൊക്കെ തുടങ്ങിയത് CPMമാർ തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തൊക്കെ നമുക്കറിയാം CAA പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ. അപ്പോൾ അത് ഇപ്പോൾ വീണ്ടും അവർ പുനരാരംഭിക്കാൻ പോകുന്നു എന്നുള്ള സൂചന തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും CPM ഒരു അസ്തിത്വ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വോട്ടുകൾ, നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ തിരികെ പിടിക്കണം, എന്നാൽ മാത്രമേ അധികാരം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ, തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാനും പാടില്ല. പ്രത്യേകിച്ച് ഇഴവർ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് നഷ്ടപ്പെടാനും പാടില്ല. അപ്പോൾ സത്യത്തിൽ ഒരു അസ്തിത്വ പ്രതിസന്ധിയിലാണ് CPM നിൽക്കുന്നത്. കാരണം BJP ഒരു ഭാഗത്ത് വളരെ ശക്തമായ രീതിയിൽ അവരുടെ ഔട്ട്റീച്ചൊക്കെ OBC വിഭാഗക്കാർക്കിടയിലേക്ക് നടത്താനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ഔട്ട്റീച്ചൊക്കെ തൽക്കാലം മാറ്റി നിർത്തി പിന്നാക്ക വിഭാഗക്കാർക്കിടയിലേക്ക്, ഇടവർക്കിടയിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാനുള്ള ശ്രമമാണ് ഇപ്പം BJP നടത്തുന്നത്. അതനുസരിച്ചുള്ള ചില പ്രമേയമൊക്കെ കോർ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇടവ വോട്ടുകളാണെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ BJPയിലേക്ക് ഒഴുകുന്നു. നിലവിൽ 3 MLAമാർ BJPക്ക് ഉണ്ടെങ്കിൽ അതിൽ 2 MLAമാരും OBCക്കാരാണ്, ഇടവരാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും CPMന് മുമ്പിൽ ഇതൊരു വലിയ ചാലഞ്ചാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും CPMൽ നിന്ന്, അതായത് CPMന് പരമ്പരാഗതമായി ലഭിച്ചിരുന്ന ഇടവ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ്. അപ്പം അത് ഒരു ഫാക്ടറായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള ഒരു ടെക്നിക്ക് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഒരു അസ്തിത്വ പ്രതിസന്ധിയിലൂടെയാണ് CPM മുന്നോട്ട് പോകുന്നത്. ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുക. കാരണം ഒരു ഭാഗത്ത്
ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കേണ്ടതുണ്ട്, തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. എന്നാൽ അടിസ്ഥാനം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇഴവരാണ്. ഏതാണ്ട് 25% വരുന്നൊരു ജനവിഭാഗത്തിൽ ഏതാണ്ട് 70% ഒക്കെ CPM-നെ പിന്തുണച്ചുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിപ്പം മാറി ഓരോ തെരഞ്ഞെടുപ്പിലും, പ്രത്യേകിച്ച് 2024 ലോക്സഭാ ഇലക്ഷന് ശേഷം ഇടവരുടെ വോട്ട് വലിയ തോതിൽ BJP-യിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ്. പാലപ്പുഴയിൽ നമ്മൾ കണ്ടു, ആറ്റിങ്ങലിൽ കണ്ടു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. കഴക്കൂട്ടത്തും ചാത്തന്നൂരും ഒക്കെ BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ഇഴവ വോട്ടിൻ്റെ അല്ലെങ്കിൽ ഇഴവ വോട്ടർമാരുടെ ഒരു നിർണായക പിന്തുണ കൊണ്ടാണ്. അപ്പോൾ ഇത് CPM-നെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെല്ലുവിളിയെ CPM എങ്ങനെ അതിജീവിക്കുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കട്ട് ത്രോട്ടായിട്ടുള്ള ന്യൂനപക്ഷ പോളറൈസേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് CPM പോവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും പാർട്ടിക്ക് സമ്മാനിക്കുക. കാരണം അടിസ്ഥാനം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്നത് പാർട്ടിയുടെ നിലനിൽക്കണമെങ്കിൽ വേണ്ടത് ഈ പറയുന്ന പിന്നാക്ക ഹിന്ദുക്കളുടെ വോട്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ ഉറച്ചു നിൽക്കുന്ന വോട്ട് അതാണ്. അത് എത്രത്തോളം ചോരുന്നു പിന്നീട് തിരിച്ചു വരാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM-ന്റെ അടിത്തറ ഇളക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ BJP നടത്തുകയാണെങ്കിൽ, ഈ പിന്നാക്ക മേഖലയിലേക്കൊക്കെ നടത്തുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും. പിന്നെ BJP സംസ്ഥാന നേതൃത്വം എത്രത്തോളം ഇതിന് കേപ്പബിൾ ആണെന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം ഇത്രയും അനുകൂല ഒരു സാഹചര്യം ഉണ്ടായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യാൻ BJP സംസ്ഥാന നേതൃത്വത്തിന് കഴിയുമോ, നിലവിലെ സംഘടനാ സംവിധാനവും ഒക്കെ വെച്ചിട്ട് കഴിയുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതാണ് രാഷ്ട്രീയ സാഹചര്യം. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ക്ലാരിറ്റി നമുക്ക് ലഭിക്കുമെന്നാണ് തോന്നുന്നത്.